നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സാക്ഷാത്കരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ജനകീയമായ ഒരു വേദിയാണ്. നമുക്ക് ഭാവിയിലെ നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ നാട് എങ്ങനെയാകണമെന്നതിൻ്റെ നിർദ്ദേശങ്ങളും ആശയങ്ങളും സ്വീകരിക്കപ്പെടുന്ന ഒരു വേദി കൂടിയാണ് ഇത്. അപ്പോൾ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. അപ്പം അടുത്ത വർഷങ്ങളിൽ നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അടുത്തൊരു വികസന ആസൂത്രണത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്നുള്ള ഇതിൻ്റെ ഒരു നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനുള്ള ഒരു വേദി കൂടിയാണ് ഇത് എന്നുള്ളത് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു MLA എന്നുള്ള നിലയിൽ ഇവിടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, നമ്മുടെ റോഡുകളൊക്കെ മികച്ച നിലയിലാക്കുക എന്നുള്ളത്, നല്ല സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ സ്കൂൾ അതുൾപ്പെടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അത് സാധ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിയിലൂടെ ആദ്യം ചെയ്ത റോഡുകളിലൊന്ന് നമ്മുടെ കടമരട്ടയിലൂടെയുള്ള റോഡാണ്, നാരങ്ങാനം പഞ്ചായത്തിലൂടെയുള്ള റോഡ്. കടമരട്ടയെ സംബന്ധിച്ചിടത്തോളം ചരിത്രമുറങ്ങുന്ന മണ്ണാണ്, നമ്മുടേതൊരു കാർഷിക ഭൂമിയാണ്. അതുപോലെ ഒരു വലിയ സാംസ്കാരിക പൈതൃകം നമുക്കുണ്ട് കടമരട്ടയ്ക്ക്. നമ്മുടെ പ്രിയപ്പെട്ട കവിയുടെ കടമരട്ട എന്ന് പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവിയെ, അതോടൊപ്പം പടയണി, അങ്ങനെ കടമരട്ടയ്ക്ക് വലിയ 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 നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഭൂപ്രദേശം കൂടിയാണ്. ഇവിടെയാണ് നമ്മുടെ കടമരട്ട സ്കൂൾ, എല്ലാവർക്കും വൈകാരികമായ ബന്ധമുള്ള ഒന്നാണ് കടമരട്ട സ്കൂൾ. അവിടെ 6 കോടി രൂപയാണ് അനുവദിച്ചുകൊണ്ട് ബഹുനില കെട്ടിടം അവിടെ സാധ്യമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അത് ഈ വർഷത്തെ ഫണ്ടിൽ അത് വെച്ച് സാധ്യമാക്കണം എന്നുള്ളതാണ് അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നമ്മുടെ നാരങ്ങാനം സ്കൂളിന് 3 കോടി രൂപ, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് തുക അനുവദിച്ചുകൊണ്ട് അവിടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അതുപോലെ ആയുഷിൻ്റെ നമ്മുടെ ഡിസ്പെൻസറി ആരംഭിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾ 100 കോടി രൂപയുടെ പദ്ധതി, നാരങ്ങാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അത് ഈ വർഷങ്ങളിൽ നമുക്കത് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് കഴിയും. കാരണം വലിയ മലപ്രദേശങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള റോഡുകൾ, ഇപ്പോൾ MLA ഫണ്ട് നമുക്ക് പുതിയ റോഡുകൾക്കാണ് വെക്കാൻ കഴിയുക. നമ്മുടെ എല്ലാ വീട്ടിലും ഒരാൾക്കെങ്കിലും തൊഴിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ പറയുന്നത് സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഔഷധ സസ്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റും നമ്മുടെ ആറന്മുള മണ്ഡലത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ചേരാൻ കേട്ടോ. കുടുംബശ്രീ മാത്രമല്ല, പുരുഷന്മാർക്കും ഒക്കെ തന്നെ ചേരാം. സീനിയർ സിറ്റിസൺസ്, നമ്മളിൽ 5 പേരിൽ ഒരാൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പഞ്ചായത്തിന് പ്രത്യേകമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ നല്ല ഇടപെടൽ കൊണ്ടാണ് ഇത് സാധ്യമായിട്ടുള്ളത്. മെമ്പർമാരുടെ ഇടപെടൽ കൊണ്ടാണ്. എല്ലാ മെമ്പർമാരും എൻ്റെ വാർഡിൽ ഇത് വേണം, എൻ്റെ വാർഡിൽ ഇത് വേണം എന്ന് പറഞ്ഞ് ചെറിയ റോഡ് മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. വളരെ ആക്റ്റീവായിട്ടുള്ള, നിയമസഭ നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെല്ലാവരും തിരുവനന്തപുരത്ത് വന്ന് വകുപ്പുകളിൽ പോയി ഇടപെട്ട് ഒക്കെയാണിത് സാധ്യമാക്കിയിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ അവർ ഓരോന്നായിട്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.